നമ്മളെ രോഗികളാക്കി മാറ്റുന്ന ഒന്ന് മെയിനായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരുന്നാൽ ഒന്ന് അസുഖം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഫ്രഷ് ഫുഡ്സിലാണ് നല്ലോണം വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാവുക. അതായത് നമ്മളൊരു വെജിറ്റബിൾ എടുത്ത് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു 30% വൈറ്റമിൻസ് ലോസ് ആയി എന്നാണ് നമ്മൾ ന്യൂട്രീഷനിൽ പഠിക്കുന്നത്. എന്നിരുന്നാലും നമുക്കതിൽ ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഉണ്ടല്ലോ. പിന്നെ ഒന്ന് ധൃതി പിടിച്ച് ഫുഡൊക്കെ കഴിക്കില്ലേ, നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ ചിന്ത എവിടെയൊക്കെയോ ആണ്. അങ്ങനെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ലാത്തത് ഒരു വലിയ മിസ്റ്റേക്കാണ്. പിന്നെ അസമയത്ത് കഴിക്കുന്നത്, സമയത്തിന് കഴിക്കുക. ഒരാൾക്ക് ഏതാണ് അസമയം? സിനിമയിൽ ചോദിക്കുന്ന പോലെ ഒരു പെൺകുട്ടിക്ക് ഏതാണ് അസമയം ചെയ്യുന്നത്? ആഫ്റ്റർ 8 o'clock ഒക്കെ നമ്മുടെ ഡൈജഷൻ പവർ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ്, പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ മിക്ക ആൾക്കാരും ആഫ്റ്റർ 8 ആണ് പുറത്തുനിന്ന് കഴിക്കാനല്ലേ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അത് തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള ഒരു പ്രധാന കാരണമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ക്ലിനിക്കിൽ കുറേ IT വർക്ക് ചെയ്യുന്ന പേഷ്യൻസ്, അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരിക്കും വർക്ക്. അപ്പോൾ അവരിങ്ങനെ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുന്നത് ഈ ഫുഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ലേറ്റ് നൈറ്റ് വർക്ക് കഴിഞ്ഞ് വന്ന് കഴിക്കാൻ ഞാൻ അവരോട് പറയാറ് ഈ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എന്നിട്ടൊന്ന് നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം നമ്മളൊരു കുക്ക്ഡ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് മാറ്റാം. പിന്നെ ഇത്ര ഉള്ള ലൈഫ് സ്റ്റൈൽ മിസ്റ്റേക്ക്, ഫ്രഷ് ഫുഡ് കഴിക്കാത്തത്, പിന്നെ എന്താ മൈൻഡ്ഫുൾ ഈറ്റിംഗ്, ലേറ്റ് നൈറ്റ് ഈറ്റിംഗ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഇതില് ഫ്രഷ് ഫുഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മീൽ പ്രെപ്പ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ്. ഓരോരുത്തരും മീൽ പ്രെപ്പ് ഒരു 7 daysലേക്ക് മീൽ പ്രെപ്പ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഫ്രിഡ്ജിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോ ദിവസവും അത് യൂസ് ചെയ്യുന്നത് സമയമില്ലായ്മ കൊണ്ടാണ്. അപ്പൊ അതിൽ ഈ പ്രശ്നം ഉണ്ടല്ലോ, ഫ്രഷ് ഫുഡ് അല്ലാത്തൊരു പ്രശ്നം ഉണ്ടല്ലോ, ഫ്രഷ് അല്ലല്ലോ, നമ്മൾ ചൂടാക്കി കഴിക്കല്ലേ, അപ്പൊ അതൊരു പ്രശ്നമാവോ? ചില കേസസ് എന്ന് വെച്ചാൽ ഈ എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ള കേസസിൽ, എൻഡോമെട്രിയോസിസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പം നമ്മൾ നിർബന്ധമായിട്ടും ഈ മീൽ പ്രെപ്പ് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ഫ്രഷ് ഹോം കുക്ക്ഡ് ഫുഡ് കഴിക്കണമെന്ന് നിർബന്ധമായിട്ടും പറയാറുണ്ട്. അപ്പൊ ശരിക്കും ഈ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഫ്രഷ് ഫുഡ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഫ്രഷ് ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ റിപ്രൊഡക്റ്റീവ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. ഫ്രഷ് ഫുഡ് കഴിക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതുപോലെ നാച്ചുറോപ്പതി ത്രൂ ഡയറ്റ് ആൻഡ് യോഗ ത്രൂ പ്രഗ്നൻസിക്ക് ഉണ്ടാവാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റാൻ പറ്റും. ഈ ബുദ്ധിമുട്ടുകൾ എന്ന് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? ഒന്ന് മെയിനായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ അവർക്കൊരു ആങ്സൈറ്റി ഉണ്ടാവും. ഇപ്പം എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ആങ്സൈറ്റി. അവർ എന്താ പറയുക, അതൊരു അസുഖമായിട്ടാണ് കാണുന്നത്, ഒരു നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ് ആയിട്ടല്ല, അസുഖമാണ്. അപ്പം ഇത് തന്നെ, ഈ ആങ്സൈറ്റി തന്നെ അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ മെയിനായിട്ട് നമ്മൾ കാണുന്ന നൗസിയ, അതായത് ഛർദ്ദിക്കാൻ വരുന്ന ഓക്കാനം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നടുവേദന, വയറ്റിന്ന് പോവാത്ത ബുദ്ധിമുട്ടുകൾ, വെയിറ്റ് ഗെയിന്, ശ്വാസം മുട്ടൽ, പിന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ഡയബറ്റീസ്. പ്രഗ്നൻസിയിൽ കണ്ടുവരുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയ്ഡ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡയറ്റും യോഗയിലേക്കൂടിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇവർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി പ്രഗ്നൻസി കൺഫേം ചെയ്യല്ലോ. അപ്പം നെക്സ്റ്റ് അവരോട് പറയുക ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടനെ പറയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാക്കാം. അവർ മരുന്ന് കൊടുക്കില്ല, ഡോക്ടേഴ്സ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് പറയാറ്. അപ്പോൾ അങ്ങനെ നമ്മളെടുത്ത് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് നോർമൽ ആവുന്നുണ്ട്. ഇൻ കേസ് നോർമൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് മെഡിസിൻസിൻ്റെ ആവശ്യം വരും, പക്ഷേ ഡോസ് എപ്പോഴും വളരെ കുറവായിരിക്കും. ഇൻസുലിൻ എടുക്കേണ്ട കേസസ് ഒക്കെ നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ തന്നെ മെഡിസിനും ഡയറ്റും യോഗയിലേക്കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറോപ്പതിയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ പ്രഗ്നൻസിയുടെ റിലേറ്റഡ് അവർ ഓൾറെഡി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവിടെ നിന്ന് കൊടുക്കുന്ന വൈറ്റമിൻസ് ഉൾപ്പെടെ കഴിക്കും, പ്ലസ് നാച്ചുറോപ്പതി റിലേറ്റഡ് ഡയറ്റ് ആൻഡ് യോഗ ചെയ്യും അല്ലേ? അതോ മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തോണ്ട് തന്നെ നാച്ചുറോപ്പതി ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒന്ന് വോമിറ്റിംഗ് സാധാരണയായിട്ട് നമ്മൾ കാണുന്നില്ല. ചില പേഷ്യൻസിന് അത് നിർത്താതെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി 1 മാസം അഡ്മിറ്റ് ചെയ്താലും വോമിറ്റിംഗ് അതെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറ് പേഷ്യൻസിനോട് ആ വോമിറ്റിംഗ് വെൽക്കം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വോമിറ്റിംഗ് റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് ഈ വോമിറ്റിംഗ് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മളെ കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ട്, യൂട്രസ് ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ വോമിറ്റിംഗ് ഉള്ള പ്രോസസ്സ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് വോമിറ്റിംഗ് വരുന്ന സമയത്ത് നമ്മളത് വെൽക്കം ചെയ്യുക. വോമിറ്റിംഗ് ആ ഒരു തോട്ട് തന്നെ നമുക്ക് വോമിറ്റിംഗ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. വല്ലാത്തൊരു തോട്ട്.
ഈ വൊമിറ്റിംഗ് ഒക്കെ നമ്മൾ എങ്ങനെ വെൽക്കം ചെയ്യും? ശരിക്കും നോസിയ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ? നമ്മുടെ ഡെയിലി ലൈഫിനെ റുട്ടീനെ ബാധിക്കുന്ന കാര്യമാണ്. നോസിയ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ പോലെ ഡയറ്റ് ത്രൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് കൊടുക്കുന്നത് ക്ലിനിക്കിൽ. അതായത് ആദ്യം തന്നെ അവരോട് പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് യോഗയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വരുത്തിയാൽ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുമ്പോ തന്നെ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളാണോ നമ്മൾ ഛർദ്ദിച്ചു കളയുന്നത്? അതെ. അതെന്താ വെച്ചാൽ ആ ഒരു ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടാണ്. HCG ഹോർമോൺ കൂടുതലായിട്ട് ആ പ്രഗ്നൻസിയിൽ വരുമ്പോഴാണ് നമുക്ക് ഈ വോമിറ്റിംഗ് വരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പറയും ചിലപ്പോൾ ഗ്യാസ് കയറിയിട്ടാണ് വൊമിറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വീട്ടിൽ ഭക്ഷണമൊക്കെ ആവുന്നതിന് മുമ്പേ ആളുകൾ ഇപ്പം ചായ കൊടുക്കും, അല്ലെങ്കിൽ പാല് കൊടുക്കോ, ബിസ്ക്കറ്റ് കൊടുക്കോ, എന്തെങ്കിലും ഗ്യാസ് കയറാതിരിക്കാൻ. ശരിക്കും ഇപ്പൊ പ്രീ പ്രഗ്നൻസി നമ്മൾ ഈ കൗൺസിലിംഗ് ഒന്നും ചെയ്യാത്ത ഒരാൾ അയാൾക്ക് നോസിയ വന്നാൽ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? കഴിഞ്ഞാല് അപ്പൊ നമ്മള് പറയാറ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് കുടിക്കുക. ഒരു 50 ml, അങ്ങനെ അധികം വേണ്ട. ആ വോമിറ്റിംഗ് വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് കുടിക്കാം. അത് എപ്പോഴും വരുമ്പോഴാണോ അതോ ഒരൊറ്റ പ്രാവശ്യം കുടിച്ചാൽ മതിയോ? അത് ചില ആൾക്കാർക്ക് ഒറ്റ തവണ കുടിക്കുമ്പോഴേക്ക് തന്നെ റിലീഫ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് മുമ്പോ നോസിയ വരുന്ന സമയത്തോ കുടിക്കാം. കുറച്ച് കുടിച്ചാൽ മതി. ഓക്കെ. ഇപ്പൊ ഈ ഡെലിവറിയുടെ സമയത്ത് എക്സസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ള ആ തോട്ടൊക്കെ മാറി. പക്ഷെ സ്റ്റിൽ ഇതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് ഡൗട്ട് ഉണ്ടല്ലോ. ഏത് സമയം തൊട്ട് ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രഗ്നന്റ് ആയ വുമൺ എക്സസൈസ് ചെയ്ത് തുടങ്ങണം? ഞങ്ങൾ ക്ലിനിക്കിൽ ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ വളരെ ലളിതമായി. ഇപ്പോൾ ഒരിക്കലും എക്സസൈസ് ചെയ്യാത്ത ഒരു പ്രഗ്നൻറ്റ് വുമൺ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രീത്തിങ് എക്സസൈസും കുറച്ച് ലൂസനിങ് എക്സസൈസും അങ്ങനെയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെയാണ് അങ്ങോട്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഗർഭിണിയെ തലകുത്തി നിന്നിട്ടുള്ള യോഗയൊന്നും ചെയ്യിപ്പിക്കില്ല. വളരെ സിമ്പിളായിട്ട് അവർക്ക് വേണ്ട സ്ട്രെങ്തനിങ് എക്സസൈസസ്, പിന്നെ എന്താ പറയുക, അവർക്ക് ഈ ആങ്സൈറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയിലാകുമ്പോഴേക്കും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, നടുവേദനയൊക്കെ. അപ്പോൾ ആ നടുവേദനയ്ക്ക് വേണ്ട എക്സസൈസുകൾ, പിന്നെ കോൺസ്റ്റിപ്പേഷന്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യോഗ തെറാപ്പി, അങ്ങനെ. ഓക്കെ, ശരി. ഇപ്പം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തെ നമ്മൾ ഇപ്പം പണ്ട് കാലം തൊട്ടേ പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് നാച്ചുറലി നോർമൽ പ്രസവം നടക്കാത്തത്. ഇപ്പോൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ സി സെക്ഷനാണ് നടക്കുന്നത്. ഒരുവിധം എല്ലാവർക്കും എന്ന് പറഞ്ഞ പോലെ സി സെക്ഷനാണ്. അപ്പം അതിൽ പറയുന്നത് ഇവരുടെ ശരീരം അനങ്ങുന്നില്ലല്ലോ, അതുകൊണ്ടാണെന്ന്. ആ വർത്തമാനം കേട്ടിട്ട് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ നല്ല പട്ടിപ്പണിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല, എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ റിയാലിറ്റി? ഈ പണിയെടുക്കുക എന്നുള്ളതാണോ അതോ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് കറക്റ്റ് ഒരു പ്രോപ്പർ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ സി സെക്ഷൻ ഇങ്ങനെ കൂടുന്നത്? സി സെക്ഷൻ കൂടുന്നതിന് പല എന്താ പറയുക കാരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. എന്താണെന്ന് വിചാരിച്ചാൽ ഒന്ന് മനസ്സിൻ്റെ ആണ് കേട്ടോ. നമ്മൾ എത്ര പണിയെടുത്താലും ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അത് സി സെക്ഷൻ ആയിപ്പോയിന്ന്, അതുപോലെ കുറേ പേഷ്യൻസ് ഉണ്ട് കുറേ പണിയെടുത്തിട്ടും സി സെക്ഷൻ ആവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സി സെക്ഷന് കുറേ റീസൺസ് ഉണ്ട്. നമ്മൾ മൈൻഡ്, പെയിൻ ഈസ് ഇൻ ദ മൈൻഡ്, അതാണ് ഞാൻ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറ്. അതായത് ഇപ്പം നമുക്ക് നോർമൽ ഡെലിവറിക്ക് നമ്മളെ മൈൻഡ് അത്രയും റിലാക്സ് ആയാൽ നമ്മളെ മസിൽസ് വളരെ ഫ്രീ ആയിരിക്കും, കുഞ്ഞ് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് വരും. നമ്മളെ മനസ്സിൽ പേടി ഉണ്ടാകുമ്പോഴാണ് ഈ സെക്കൻഡ് സ്റ്റേജിലൊക്കെ ഡിലേ വരുന്നത്. നല്ല പെയിന് വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പ്രോഗ്രസ് ഉണ്ടാവില്ല. അതൊരു റീസണാണ് സി സെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ മസിൽ ടൈറ്റ്നെസ് വരുന്നത് ആക്ച്വലി മനസ്സിലാണ്. അതായത് നമ്മളൊരു ഗേൾസിന് മിക്കവാറും ഈ കോക്രോച്ചിനെ കാണുമ്പോൾ പേടി വരുന്നു, അപ്പോൾ തന്നെ അവരുടെ മസിൽസ് എല്ലാം ടൈറ്റ് ആയില്ലേ, അതേപോലെ തന്നെയാണ് ഡെലിവറി പ്രോസസ്സും. അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് മസിൽ റിലാക്സ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട് നമുക്ക് മൈൻഡിൽ, അത് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറേ നമുക്ക് ആ മസിൽ ടൈറ്റ്നെസ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം എവിടെ അവർക്ക് ശരിക്കും ഒരു ബ്ലോക്ക് ഉള്ളത് എന്ന്. അത് മൈൻഡിൽ നിന്ന് നീക്കം ചെയ്യാം. പ്ലസ് എക്സസൈസ് ചെയ്യണം. ഫുഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത്, MDക്ക് പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്, കാഷ്വാലിറ്റിയിലായിരുന്നു ഡ്യൂട്ടി. 12:30 ഒരു 18 വയസ്സുള്ള കുട്ടി ഇങ്ങനെ നടന്നു വരും, ചെറിയ കുട്ടി. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡി നടന്നു വരുന്ന പോലെയുള്ള. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ശരി കുട്ടി പ്രഗ്നൻ്റ് ആണോ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. നമ്മൾ ഹിസ്റ്ററി എടുക്കുമല്ലോ ഫസ്റ്റ്. അപ്പോൾ മാരീഡ് അല്ല.
എന്നിട്ട് സീനിയർ നേഴ്സിന് കണ്ടാൽ അറിയാലോ. അപ്പോൾ അവർ വന്ന ഉടനെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോക്കിയപ്പോൾ നല്ല ഹാർട്ട് റേറ്റ് കേൾക്കുന്നു. അപ്പൊ ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു? കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. അമ്മമ്മ ആ കുട്ടിയുടെ കൂടെ വന്നത്, രാത്രി വന്നത് അമ്മമ്മയാണ്. അമ്മമ്മ മാത്രമേ ഉള്ളൂ പോലും കൂടെ, അമ്മയുടെ അമ്മ. അമ്മയും ഇല്ല അച്ഛനും ഇല്ല ആ കുട്ടിക്ക്. അപ്പം കൂടെ അമ്മമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത്. അമ്മമ്മ അപ്പം തന്നെ തലകറിഞ്ഞ് വീണു. അപ്പം നമ്മുടെ സീനിയർ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യണം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ കുട്ടി സുഖമായിട്ട് പ്രസവിച്ചു, 2.5 കിലോ ഉള്ള കുഞ്ഞിനെ. അപ്പോൾ അതെങ്ങനെ, ഒരു എക്സസൈസ് ഇല്ല, ഒരു ഡയറ്റ് ഇല്ല, ഒന്നുമില്ല. ഫോളിക് ആസിഡ് ഇല്ല, ആ കുട്ടി അറിഞ്ഞു പോലും ഇല്ല പ്രഗ്നന്റ് ആണെന്ന്. അയ്യോ, അത്രയും കാലമൊക്കെ അറിയാണ്ടിരിക്കുക. അത് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പോയി എൻ്റെ ക്ലാസ്മേറ്റിനോട് ഡിസ്കസ് ചെയ്തപ്പം ആ കുട്ടി പറഞ്ഞു ആ കുട്ടീൻ്റെ കസിനും ഇതേപോലെ ആയിരുന്നു, 7 മാസം വരെ അറിഞ്ഞിരുന്നില്ല പ്രഗ്നന്റ് ആണെന്ന്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കി ഫീമെയിൽ ബോഡി ഈസ് ഡിസൈൻഡ് ടു ഗീവ് ബർത്ത് അല്ലേ, നമ്മളെ ബോഡി അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മൈൻഡിൽ എവിടെയോ വരുന്ന ബ്ലോക്ക് കാരണമാണ് നമുക്ക് ഡെലിവറി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പെയിനാണ് പ്രസവവേദന എന്ന് പറയുന്നത്. ആ പേടിയായിരിക്കും അല്ലേ? ഔട്ട് ഓഫ് ദി ബോക്സ് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നു. നമ്മൾ 4 പെൺകുട്ടികളാണ്. അപ്പം മൂത്ത ആള് ഞാനാണ്. അപ്പം എൻ്റെ ഡെലിവറി സമയത്ത് എനിക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു ഡെലിവറി. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടെ വേണം തന്നെ. അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡ് പിടിച്ചു, അയ്യോ ഞാനിപ്പം മരിച്ചു. സ്വാഭാവികം. അതെ, അങ്ങനെ ഞാൻ പേടിച്ചു കരഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ അനിയത്തി കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ നേരെ തൊട്ട് താഴെയുള്ള അനിയത്തി, ആ കുട്ടിക്ക് അപ്പം പ്രഗ്നൻ്റ് ആയപ്പോൾ അനിയത്തിക്ക് ടെൻഷനേ ഇല്ല, ഈസി ആയിട്ട് ഡെലിവറി നടന്നു. 3ാമത്തെ ആളെ കണ്ടിട്ട് നേഴ്സ് പറഞ്ഞു ഡെലിവറി പെയിനൊന്നും ഇല്ലേ ഈ കുട്ടിക്ക്, അത്രയും സിമ്പിളായിട്ട് പ്രസവിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രസവിക്കുന്നത് കണ്ടിരുന്നു അനിയത്തി. അപ്പം അങ്ങനെ ആ ആങ്സൈറ്റി 3ാമത്തെ ആളാകുമ്പോഴേക്കും അതെ 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 അല്ലെ ഈ ലേബർ പെയിനെ ഇപ്പൊ ഈ പറയണതൊക്കെ ഓക്കെ, പക്ഷെ എനിക്ക് ഞാൻ ലേബർ റൂമിൽ കിടന്ന കാര്യം അല്ലെങ്കിൽ ഇതൊന്നും എന്റെ തലയിലേക്ക് കയറൂല. ലേബർ പെയിൻ നമുക്കില്ല, ഒരു സപ്പോർട്ട് വേണം. അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്കിന്. എല്ലാ ലേബർ അതായത് പ്രഗ്നന്റ് ലേഡീസിനും നമ്മൾ കറക്റ്റായിട്ടൊരു സപ്പോർട്ട് ഡെലിവറി ടൈം കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡെലിവറി നടക്കും. ഈവൻ C-സെക്ഷൻ ആണെങ്കിൽ പോലും ആഫ്റ്റർ C-സെക്ഷൻ റീകവറി വളരെ ഈസിയാണ്. നമ്മളിങ്ങനെ ഈ ലേബർ പെയിനിൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ. അതിപ്പോൾ പല ഹോസ്പിറ്റൽസും ചെയ്യുന്നുണ്ടല്ലോ. ഭർത്താക്കന്മാരും ഇത് ചില റീലൊക്കെ കണ്ടിട്ടില്ലേ, ഭാര്യയ്ക്ക് അത് നമുക്ക് നടന്നിട്ടുണ്ട്. ഇതിനിടെയുള്ള പേഷ്യൻറ്റ് വലിയ കാര്യമായിട്ട് ഈ കുട്ടി എൻ്റെ മറ്റ് പേഷ്യൻസിനെ കണ്ടിരുന്നു, ഇങ്ങനെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നു, പ്രസവം കഴിഞ്ഞ ഉടനെ കിസ് ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഇതെല്ലാം വേണം, റെക്കോർഡ് ചെയ്യണം. പക്ഷെ ഹസ്ബൻഡ് ലാസ്റ്റ് മൊമെൻ്റ് പറഞ്ഞു അയ്യോ ഞാൻ വരുന്നില്ല. എന്നിട്ട് ആ കുട്ടി നമ്മുടെ കൂടെ ആയിരുന്നു, ഹസ്ബൻഡ് വന്നില്ല. വെറുതെ സ്വപ്നമായി പോയത് അല്ലെ? ഇപ്പൊ ലേബർ പെയിന്റെ സമയത്തെ ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും ബ്രീത്ത് ചെയ്യൂ. ഇറ്റ് മൈറ്റ് നോട്ട് ബി ഹാപ്പനിങ്, പക്ഷെ സ്റ്റിൽ നമ്മളോട് പറയും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലേബർ പെയിൻ കുറയ്ക്കാൻ ആ സമയത്ത് കുറച്ച് ഈസിനെസ് കൊണ്ടുവരാൻ നമുക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? ഡീപ് ബ്രീത്തിങ്. അത് ലേബർ പെയിന്റെ സമയത്ത് പറഞ്ഞു തന്നാൽ തലയിൽ കയറൂല അല്ലേ? കയറൂല, നമുക്ക് ദേഷ്യം വരും, പറഞ്ഞു തരുന്ന ആളുകൾ ചവിട്ടും അല്ലേ? അപ്പം നമ്മൾ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യണം. ആദ്യം തന്നെ നമ്മളൊരു 7th മന്ത് ആകുമ്പോഴേക്ക് നമ്മൾ ബ്രീത്തിങ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്കത് ഓട്ടോമാറ്റിക് വരും. നമ്മൾ ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാൽ അവസാനം വളരെ ഒന്നും ആലോചിക്കാതെ നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിലല്ലേ, അതേപോലെയാവും. നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് ഈ എക്സസൈസും ബ്രീത്തിങ് ടെക്നിക്സും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി ടൈം അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, ഡീപ് ബ്രീത്തിങ് വരും. അപ്പൊ അത് മാത്രം ചെയ്താൽ മതിയോ? ഇത് പെയിൻ എക്സസൈസുകൾ ചെയ്യണം നമ്മൾ, എന്നാൽ മാത്രമേ ആ മസിൽ റിലാക്സ് ആവുള്ളൂ. അപ്പൊ അത് ഈ 7th മന്ത് തുടങ്ങി 7th മന്ത് തുടങ്ങി ഡ്യൂറിംഗ് ലേബർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഡീപ് ബ്രീത്തിങ് ചെയ്യാം. പിന്നെ ഡ്യൂറിങ് ലേബർ ചില ഹോസ്പിറ്റൽസ് അലോ ചെയ്യുന്നുണ്ട് വാക്കിംഗ്, നടക്കാനൊക്കെ. അതൊക്കെ നല്ല റിലീഫ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാവിറ്റി അസിസ്റ്റഡ് ബർത്ത്. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെയിന് കൂടുതലായിരിക്കും, പക്ഷെ നമ്മൾ കുറച്ച് മൂവ്മെൻറ്റ് ഡെലിവറി പെയിൻസിൻ്റെ ഇടയ്ക്ക് നമ്മൾ നടക്കുക, ഫ്രഷ് എയറിൽ ഒന്ന് ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെയിന് വളരെ കുറവായിരിക്കും. പിന്നെ ഒരു ആഡ് ടിപ്പ് പറയാം, വേറെ ആരും പ്രസവിക്കാൻ ഇല്ലാത്ത സമയത്ത് അവിടെ പോയി പ്രസവിക്കുക. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും കൂടെ പേടിയാണ്. അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ ഈ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോഴേ ഇപ്പൊ നമ്മള് ഒരാൾ പ്രഗ്നന്റ് ആയിട്ടൊരു വുമൺ വരുന്നു എന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ കൺസീവ് ചെയ്തു, പ്രഗ്നന്റ് ആണ്, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, വന്നു, വാട്ട് ഹാപ്പൻസ്? പിന്നെ അവിടെ എന്താ നടക്കുക നമ്മുടെ ക്ലിനിക്കിൽ അല്ലേ? ഓക്കെ, ഒന്ന് നമ്മൾ അവരെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. അതായത്
രാവിലെ എഴുന്നേക്കുന്നത് തൊട്ട് രാത്രി വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അവരുടെ കറക്റ്റ് മിസ്റ്റേക്സ് അറിയാൻ പറ്റും. ഇപ്പം അവർ ഹറി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറയും. പിന്നെ ഫുഡ് കോമ്പിനേഷൻസ്, ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ പാലിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് ദഹനക്കേട് വരുത്താൻ വേണ്ടിയിട്ട് വലിയൊരു കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ യോഗ സ്റ്റാർട്ട് ചെയ്യും. യോഗ എക്സസൈസ് 1 hour അവരോട് എക്സസൈസ് ചെയ്യാൻ പറയും. ഓക്കെ. അപ്പോൾ പിന്നെ പലർക്കും പേടിയും, പ്രഗ്നന്റ് ആയ ഉടനെ അവർക്ക് പേടിയും, അയ്യോ സ്റ്റെപ്സ് കയറാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, പിന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള, ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ചെയ്തോന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ആ മനസ്സിൽ പേടിയുണ്ട്. മനസ്സിലായി. അപ്പൊ അതൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്യണം. വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലെങ്കിൽ. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് യോഗ ചെയ്യണോ അതോ ത്രൂ ഓൺലൈൻ? നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ഒരു അറ്റ്ലീസ്റ്റ് വൺസ് ഒരു എക്സാമിനേഷന് വന്നാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി എക്സാമിൻ ചെയ്തിട്ട് റിപ്പോർട്ട്സ് അയച്ചു തരാൻ പറയും. അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്യും. ഇപ്പം നമുക്ക് എബ്രോഡിനുള്ള പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ റിപ്പോർട്ട്സ് അയച്ചു തരാനാണ് പറയാറ്. ഓക്കെ.